ഇന്നലെ പത്തനംതിട്ടയിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയെ ആണോ അതോ യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡിന്റെ ബലത്തിൽ പ്രസിഡന്റായ രാഹുൽ മാങ്കൂട്ടത്തിനെ ആണോ? ഇന്നലെ രാവിലെ മുതൽ ദൃശ്യമാധ്യമങ്ങളുടെയും ഇന്ന് വർത്തമാന പത്രങ്ങളുടെയും ആറാട്ട് കാണുമ്പോൾ ഓർമ്മ വരുന്നത് മോഹൻലാൽ കഥാപാത്രമായ നെയ്യാറ്റിൻകര ഗോപന്റെ ആറാട്ടാണ്. ഗാനഭൂഷണം നെയ്യാറ്റിൻകര ഗോപന്റേത് വഷളത്തമെങ്കിൽ ഈ മാധ്യമങ്ങളുടേത് അറുവഷളത്തം എന്ന് പറഞ്ഞാൽ ഒട്ടും കുറഞ്ഞു പോകില്ല. മലയാളത്തിന്റെ ദുഷ്പ്രഭാതത്തിന്റെ ഒന്നാം പേജ് ലീഡ് നോക്കൂ. തലക്കെട്ട് കമാൻഡോ ഓപ്പറേഷൻ എന്ന്. കൂടാതെ രണ്ട് ചിത്രങ്ങൾ, രണ്ടും മാങ്കൂട്ടത്തിന്റെ ആക്ഷൻ ത്രില്ലർ. അതുമാത്രമോ, നേർക്കാഴ്ച എന്ന പേരിലുള്ള വളഞ്ഞ കാഴ്ച പേജ് പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടത്തിനായി നീക്കിവെച്ചിരിക്കുന്നു. പിന്നെയും ഏതാണ്ട് ഒരു പേജോളം വീരസാഹസിക വാർത്തകളും വർണ്ണനകളും. കാവ്യഭൂമിയുടെ തല, അതിലും വിചിത്രം, രാഹുൽ റിമാൻഡിൽ എന്ന്. പിന്നെ സുരേഷ് ഗോപി സ്റ്റൈലിലുള്ള ആക്ഷൻ ചിത്രവും. പേട്ട പത്രവും മൗദൂദി പത്രവും ആഘോഷത്തിൽ ഒട്ടും പിന്നിലായില്ല. ആകപ്പാടെ ഗ്രഹണി ബാധിച്ച കുട്ടിക്ക് ചക്കക്കൂട്ടാൻ കിട്ടിയ ആക്രാന്തം. ഈ മാങ്കൂട്ടത്തെ പോലീസ് അറസ്റ്റ് ചെയ്തത് കേരള ചരിത്രത്തിലെ ആദ്യ മഹാസംഭവം എന്ന നിലയിലാണ് മാധ്യമങ്ങൾ ആഘോഷിക്കുന്നത്. ഇന്നലെ കാലത്ത് തുടങ്ങിയ ദൃശ്യമാധ്യമ ആറാട്ട് പൂർവാധികം ശക്തിയോടെ ഇന്നും തുടരുകയാണ്. ഇതിന്റെ പേരിൽ കോൺഗ്രസിന്റെ സമര കോലാഹലമാണ് മറ്റൊന്ന്. ഫാസിസം വന്നേ എന്നാണ് നെഹ്റു കുടുംബത്തിന്റെ ഓരം പറ്റി ദേശീയ തലത്തിൽ കോൺഗ്രസിനെ കുളിപ്പിച്ചു കിടത്തിയ KC വേണുഗോപാൽ പ്രതികരിച്ചത്. ഇനി പ്രതികരിക്കാൻ BJP ദേശീയ നേതാവ് അനിൽ ആന്റണിയുടെ പിതാവ് അറക്കപ്പറമ്പിൽ കുര്യൻ ആന്റണിയാണ് ബാക്കിയുള്ളത്. മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തതിനേക്കാൾ മാധ്യമങ്ങൾ കുണ്ഠിതപ്പെടുന്നത് രാത്രി വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തു എന്നതിലാണല്ലോ. കോഴിക്കോട് DCCക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു മുമ്പ്, M വീരാൻകുട്ടി. ഈ വീരാൻകുട്ടിയെ മാധ്യമങ്ങൾക്ക് അത്ര അറിയില്ലെങ്കിലും കോൺഗ്രസുകാരിൽ പഴയവർ ചിലരെങ്കിലും ഓർക്കുമല്ലോ. പാതിരാത്രിയിൽ ധരിച്ച വസ്ത്രം പോലും മാറ്റാൻ അനുവദിക്കാതെ അറസ്റ്റ് ചെയ്തത് UDF ഭരണത്തിലാണ്. കോൺഗ്രസ് ഗ്രൂപ്പിസത്തിൽ K കരുണാകരന്റെ വലങ്കൈയായിരുന്നു. I ഗ്രൂപ്പിന്റെ ശക്തനായ നേതാവായിരുന്നു വീരാൻകുട്ടി. അതുകൊണ്ടെല്ലാമായിരുന്നു A ഗ്രൂപ്പിന്റെ പ്രതികാരം. വയോധികനായ CPM നേതാവ് MM മണിയെ ഒരു പ്രസംഗത്തിന്റെ പേരിലാണ്, അതിനും ദശാബ്ദം മുമ്പ് നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തത്. ആഴ്ചകളോളം ജയിലിൽ അടച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പോലീസാണ്. ഒടുവിൽ ഹൈക്കോടതിയിൽ നിന്നുമാണ് ജാമ്യം പോലും ലഭിച്ചത്. പിന്നീട് ആ കേസ് കെട്ടിച്ചമച്ച കേസാണെന്നും കോടതിയിൽ തെളിഞ്ഞു. വിദ്യാർത്ഥി യുവജന ബഹുജന പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തതിനാണ് A റഹീം, M സ്വരാജ്, PK ബിജു, TV രാജേഷ്, AN ഷംസീർ, സിന്ധു ജോയ് തുടങ്ങിയ നിരവധി യുവജന വിദ്യാർത്ഥി നേതാക്കളെ UDF ഭരണകാലത്ത് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത്. മുത്തങ്ങയിൽ AK ആന്റണിയുടെ പോലീസ് ആദിവാസികൾക്ക് നേരെ വെടിയുതിർത്തു. ഒരു ആദിവാസി കൊല്ലപ്പെട്ടു. അതിന്റെ പേരിൽ നടന്ന ബഹുജന പ്രക്ഷോഭത്തിന്റെ പേരിലാണ് TV രാജേഷിനെ 32 ദിവസം ജയിലിൽ അടച്ചത്. രജനീയസ് ആനന്ദിന്റെ ആത്മഹത്യയെ തുടർന്ന് നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ പേരിൽ 26 ദിവസം വീണ്ടും രാജേഷിനെ ജയിലിൽ അടച്ചു. സ്വാശ്രയ കോളേജുകൾക്കെതിരായ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേരെ പോലീസ് ഗ്രനേഡ് എറിഞ്ഞ് കാല് തകർത്ത സിന്ധു ജോയിയെ പിന്നീട് 1.5 മാസമാണ് ജയിലിൽ അടച്ചത്. ഉമ്മൻചാണ്ടിക്കെതിരെ പുതുപ്പള്ളിയിൽ നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ പോയത് ജയിലിൽ നിന്ന് ഇറങ്ങിയ ഉടനെയാണ്. SFI സംസ്ഥാന നേതാക്കളായിരുന്ന PK ബിജു, G മുരളീധരൻ, KL ജിജി തുടങ്ങിയവരെ കോൺഗ്രസ് ഭരണകാലത്ത് ജയിലിലേക്ക് വിലങ്ങ് വെച്ച് കൊണ്ടുപോയ ഈ ചിത്രം നോക്കൂ. വിദ്യാർത്ഥി സമരത്തിന്റെ പേരിലാണ് അന്ന് വിലങ്ങണിയിച്ചത്, അന്ന് ജയിലിൽ അടച്ചത്.
ഒരു മാധ്യമവും കഥാപ്രസംഗം നടത്തിയില്ല. ഇങ്ങനെ ഒട്ടനവധി അറസ്റ്റുകളും ജയിലിലടക്കലുകളും നടന്ന കേരളത്തിലിരുന്ന് ഇത് ചരിത്ര സംഭവമായി വ്യാഖ്യാനിക്കാൻ ചില്ലറ ഉളുപ്പൊന്നും പോരാ. സാന്ദ്ര ബോസ് 21 വയസ്സ് മാത്രം പ്രായമുള്ള ഈ വിദ്യാർത്ഥി നേതാവിനെ 2 ആഴ്ച മുമ്പാണ് സമരം ചെയ്തതിന്റെ പേരിൽ പോലീസ് രാവിലെ 5 മണിക്ക് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തത്. 14 ദിവസം റിമാൻഡിലായിരുന്നു. SFI തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗവും നിയമ വിദ്യാർത്ഥിനിയുമായ സാന്ദ്രയെ അറസ്റ്റ് ചെയ്തപ്പോൾ ഈ മാധ്യമങ്ങൾ എന്തുകൊണ്ട് ഇതുപോലെ മോങ്ങിയില്ല? ഇവരാരും ജയിലിൽ പോകാതിരിക്കാൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ല. പലവിധ അസുഖങ്ങൾ ഉണ്ടെന്ന് കാണിക്കാനാണ് സർട്ടിഫിക്കറ്റ് തട്ടിക്കൂട്ടിയത്. തലയിൽ രക്തം കട്ട പിടിക്കുന്നത് ഉൾപ്പെടെയുള്ള മാരക രോഗം ഉണ്ടായിരുന്നു പോലും. പ്രസിഡന്റ് ആകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയത് പോലെയാണോ ഈ സർട്ടിഫിക്കറ്റ് എന്ന് മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല. ഈ സർട്ടിഫിക്കറ്റിൽ പറയും പോലെ അൺഫിറ്റ് ആയിരുന്നില്ല മാങ്കൂട്ടം. മാങ്കൂട്ടം പൂർണ്ണ ഫിറ്റായിരുന്നു. ഇതേ മാങ്കൂട്ടം പണ്ട് CPI നേതാവ് P ജയരാജനെ കളിയാക്കിയത് ആരെങ്കിലും മറന്നോ? RSS വധശ്രമത്തിൽ തലനാരിഴക്ക് രക്ഷപ്പെട്ട് അസുഖങ്ങളാൽ ജീവിതം നയിക്കുന്ന P ജയരാജൻ ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോൾ അത് ജയിലിൽ കിടക്കാൻ ഭയമുള്ളത് കൊണ്ടാണ് എന്നാണ് ഈ മാങ്കൂട്ടവും സെറ്റും അന്ന് പരിഹസിച്ചത്. കാലം അതിനെല്ലാം നൽകിയ മറുപടിയാണ് ഈ കേസ്. കരിങ്കൊടി കാണിച്ചതിനാണ് അറസ്റ്റ് എന്ന് വരുത്താനുള്ള പ്രചരണവും ഇവർ നടത്തുന്നുണ്ട്. കോൺഗ്രസിന്റെ ഒരു ദേശീയ നേതാവിന്റെ പ്രതികരണം അത്തരണത്തിലാണ്. അങ്ങനെയെങ്കിൽ ഡൽഹിയിലും കരിങ്കൊടി കാണിക്കും എന്നാണ് ആ പ്രതികരണം. കരിങ്കൊടി കാണിച്ചതിനല്ല മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തത്. പോലീസിനെ ആക്രമിച്ചതിനാണ്, പൊതുമുതൽ തകർത്തതിനാണ്, അതിന് നേതൃത്വം കൊടുത്തതിനാണ്. സ്വാഭാവികമായ നടപടികൾ. അത്തരമൊരു കേസിൽ അറസ്റ്റ് ചെയ്തതിനെയാണ് താരപരിവേഷം നൽകി വീരനായകനാക്കാൻ ഈ മാധ്യമങ്ങൾ നോക്കുന്നത്. ഈ കേസ് മാത്രമല്ല, വേറെയും കേസ് പിള്ളാച്ചന് പിറകെ വരാനുണ്ട്. അത് സ്വന്തം യൂത്ത് കോൺഗ്രസുകാർ നൽകിയ പരാതിയാണ്. വ്യാജരേഖ ചമച്ചതാണ്. ദേശീയ സുരക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അതിലുണ്ട്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ ഇടപെട്ട കേസാണ്. മാധ്യമങ്ങൾ എത്ര പരിവേഷം നൽകിയാലും ഒരു മാങ്കൂട്ടത്തെയും വെളുപ്പിക്കാൻ ആകില്ല പോലും.